नमस्ते बच्चों, सभी का स्वागत है हिंदी ഈ ഗുരു में। അപ്പോൾ നമ്മുടെ എക്സാം അങ്ങ് അടുത്തെത്തിയല്ലേ, മോഡൽ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ലേ, അതായത് നമ്മുടെ ഈ ഒരു എക്സാമിന്, ഒരു മോഡൽ എക്സാം ആയിക്കോട്ടെ പബ്ലിക് എക്സാം ആയിക്കോട്ടെ, നമ്മുടെ സിലബസിൽ നിന്നും ഒന്ന് വ്യത്യസ്തമായിട്ട്, അതായത് ഒരു ട്രയൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അടുത്ത വർഷം സിലബസൊക്കെ ചേഞ്ച് ആവുകയാണ്. ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റം അനിവാര്യമാണല്ലേ, മാറ്റങ്ങളൊക്കെ വരും. അതിന് മുന്നോടിയായിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് തന്നെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ്, നമ്മൾ അറിയാത്ത ക്വസ്റ്റ്യൻസ് പലരും എന്താ പറയുക പകച്ചു നിന്ന് പോയി എന്ന് വേണമെങ്കിൽ പറയില്ല. ഇതുവരെ ഇല്ലാത്ത ക്വസ്റ്റ്യൻസൊക്കെ 2 ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ കയറി വന്നു. സിലബസിലൊന്നുമില്ലാത്ത, നിങ്ങളെ ടീച്ചേഴ്സൊന്നും അധികം പറഞ്ഞു തരാത്ത, ഒന്നും പേടിക്കേണ്ട, നല്ല എളുപ്പമുള്ള 2 ക്വസ്റ്റ്യൻസാണ്. നിങ്ങൾ കാണും ക്രിസ്മസ് എക്സാമിന്. ഒന്ന് നോക്കിയേ, ഈ ക്വസ്റ്റ്യൻസ് അല്ലേ നിങ്ങൾ കണ്ടത് അല്ലേ? നിങ്ങൾ പകച്ച് നിന്ന് പോയത് ആ എക്സാം ഹോളിൽ ഈ 2 ക്വസ്റ്റ്യൻസ് കണ്ടിട്ടായിരിക്കും ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക അല്ലേ? ഒന്ന് നോക്കൂ ആ ക്വസ്റ്റ്യൻസ് എന്താണെന്നുള്ളത്. ഈ ക്വസ്റ്റ്യൻസ് സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യും ഈ മോഡൽ എക്സാമിനും പബ്ലിക് എക്സാം. അങ്ങനെയല്ല കണ്ടത്. 9, 10, 11 9 മുതൽ 11 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നിനും 2 മാർക്ക് വെച്ചിട്ട്. നോക്കി 9ാമത്തെ ക്വസ്റ്റ്യനാണ് സാർത്ഥക വാക്യമേ ബദലേ. അതായത് ഒരു അർത്ഥവത്തായിട്ടുള്ള ഒരു സെൻറ്റൻസ് ആക്കി മാറ്റാനാണ്. അത്രയേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള അതേ സെൻറ്റൻസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ എന്താ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അതെ അസ്ലം അബ് നെഹിമായേഗ എന്നുള്ളത് ഒരുമിച്ചാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. ഒരു മീനിങ് അല്ല, ഒരു മീനിങ് ഫുള്ളായിട്ടുള്ള ഒരു സെൻറ്റൻസ് അല്ല അത് നിങ്ങളൊരു മീനിങ് ഫുള്ളായിട്ടുള്ള ഒരു സെൻറ്റൻസ് ആക്കി മാറ്റി എഴുതാനാണ് ക്വസ്റ്റ്യൻ, വേറെ ഒന്നുമില്ല. അതാണ് സഹി വാക്യമേ ബദലേ. അപ്പം എന്താ അവിടെ? യെസ്, അസ്ലം അബ് നഹീം ആയേഗ, അങ്ങനെ തന്നെ എഴുതുക അല്ലേ. എവിടെയാണോ സ്പേസ് വരണത് സ്പേസൊക്കെ ഇട്ടിട്ട്, എവിടെയാണോ ഒരു വ്യക്തിയുടെ പേരാണ് അസ്ലം അല്ലേ, അസ്ലം മാത്രമായിരിക്കും. അസ്ലമിനോട് കൂടിയിട്ട് അബ് ചേരുമോ? ഇല്ല. അബ് വേറെ, നഹീം വേറെ, ആയേഗ വേറെ അല്ലേ. ഇങ്ങനെ കാ കെ കി എന്നൊക്കെ പറയുന്ന കാരക ശബ്ദ്, ഇതേപോലെ നമ്മുടെ ലഹ ഹേ ഹോ എന്നുള്ളതൊക്കെ, അതൊക്കെ ഒറ്റയ്ക്ക് നിൽക്കാൻ താല്പര്യമുള്ളവരാണ്. അത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതൊക്കെ ഒറ്റയ്ക്ക് നിർത്തുക. അങ്ങനെ വന്നാൽ ഇത് തന്നെ സെയിം ഈ ഒരു സെൻറ്റൻസ് തന്നെ വരണമെന്നില്ല, മാറി വരുന്നല്ല മാറി വരും ഈ മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും. അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം എഴുതിയാൽ മതി, അസ്ലം അബ് നഹി ആയേഗ. നിങ്ങൾ പഠിച്ച സെൻറ്റൻസൊക്കെ തന്നെയാണടാ, അതൊന്ന് സ്പേസൊക്കെ ഇട്ടൊന്ന് എഴുതാന്നേ ഉള്ളൂ. കൺഫ്യൂഷനൊന്നുമില്ലല്ലോ. ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇനി അടുത്ത പബ്ലിക് എക്സാമും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞുതരാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ഡൗട്ട് കാണാം. 11ാമത്തെ ക്വസ്റ്റ്യൻ, പ്രശ്നവാചക ശബ്ദോं की सहायता से 2 പ്രശ്ന बनाइए. അതായത് ക്വസ്റ്റ്യൻ വേർഡ്സിൻ്റെ അല്ല, അങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് 2 ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെയുള്ളതാണ്? അതും നിങ്ങൾക്ക് തന്ന ടെക്സ്റ്റ് ബുക്കിൽ തന്ന അതേ സെൻറ്റൻസ് തന്നെയാണ്. മാനവ് ബുൽബുലോൻ സെ ഖേൽക്കർ കവിത ബനാത്താ ഹേ അല്ലേ. നമ്മുടെ ചാന്തോർ കവി എന്നുള്ള കവിത എഴുതിയാണത്. മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഈ കുമിളകളുമായി കളിച്ചിട്ട് അവൻ കവിതകൾ സൃഷ്ടിക്കുന്നു എന്നാണ് അല്ലേ. അതിൽ എന്ത് വെച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ വേർഡ് എന്താണ്? കോനും, കോൻ എന്ന് പറഞ്ഞാൽ ആര്, ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്. അപ്പം നിങ്ങൾ ഇതിന് മുന്നേ എന്ത് മനസ്സിലാക്കണം? ഇതേപോലുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് മനസ്സിലാക്കണം. കോൺ എന്ന് പറഞ്ഞാൽ ആര്, ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്, കഹ എന്ന് പറഞ്ഞാൽ എവിടെ, കിസ്സേ എന്ന് പറഞ്ഞാൽ ആരോട് അല്ലേ. ഇതേപോലെ ഒരുപാട് ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കണം. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ നാളത്തെ എക്സാമിന് ഷുവറാണ്, അല്ലെങ്കിൽ എന്നോട് പറ. അപ്പോൾ ഇത്രയും ഷുവർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മനസ്സിലാക്കി വെച്ച് പോവുക. ഇത്രയും ഈ 2 ക്വസ്റ്റ്യൻസും നിങ്ങൾ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ 4 മാർക്കാണ് പോവുക. അതുകൊണ്ടാണ് പറയുന്നത്. പബ്ലിക് എക്സാമിനായിക്കോട്ടെ ഈ ഒരു മോഡൽ എക്സാമിനായിക്കോട്ടെ ഈ ക്വസ്റ്റ്യൻ ഷുവറാണ്. അപ്പോൾ ഇതിൽ നോക്കി ഇതെങ്ങനെയാണ് നമ്മൾ ഒരു ചോദ്യങ്ങൾ ഉണ്ടാക്കുക. ഈ ഒരു സെൻറ്റൻസ് എന്ന്, മാനവ് ബുൽബുലോൻ സെ ഖേൽക്കർ കവിത ബനാത്താ ഹെ. മനുഷ്യൻ കുമിളകളുമായി കളിച്ചിട്ട് എന്ത് ചെയ്യുന്നു? കവിതകൾ സൃഷ്ടിക്കുന്നു എന്നാണ്. കവിത സൃഷ്ടിക്കുന്നു. അതിൽ കോൺ എന്ന് പറഞ്ഞാൽ ആരല്ലേ. അപ്പോൾ കോൺ എന്ന് പറഞ്ഞാൽ ആര് എന്നുള്ളത് ഒരു എന്താ പറയുക, ഒരു വ്യക്തിയെ അല്ലേ, അങ്ങനത്തെ ഒരു സംബന്ധമായിരിക്കുമല്ലോ പറയുക കോൺ എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു വ്യക്തിയെ പറയുന്നത് ഇവിടെ മാനവാണ് അല്ലേ. അപ്പോൾ കോൺ എന്ന് പറഞ്ഞാൽ മാനവാണ്. അപ്പോൾ ഉത്തരം വരേണ്ടത് ആദ്യം നിങ്ങളത് മനസ്സിലാക്കുക. അല്ല, ഉത്തരം വരുന്ന സാധനങ്ങൾ അവിടെ വരില്ല. ആ ഉത്തരം
വരുന്ന കാര്യങ്ങളൊന്നും ഈ ഒരു ക്വസ്റ്റ്യനിൽ വരില്ല, ഉത്തരം വരില്ല. ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഉത്തരം അതിൽ വരില്ല. ആദ്യം അത് മതി. ഇവിടെ എങ്ങനെയാണ് അപ്പോൾ ആൻസർ? യെസ്, ബുൽബുലോൻ സേ ഖേൽക്കർ കോൺ കവിത ബനാത്താ ഹെ. ഈ കുമിളകളുമായി കളിച്ചിട്ട് ആരാണ് കവിത സൃഷ്ടിക്കുന്നത്? ആരാണ്? ഉത്തരായി മാനവ്. അത്രയേ ഉള്ളൂ കേട്ടാ. ബുൽബുലോൻ സേ ഖേൽക്കർ കോൺ കവിത ബനാത്താ ഹെ. ആരാണ് കവിത സൃഷ്ടിക്കുന്നത് അല്ലേ? നേരെ നിങ്ങൾ മലയാളം ഒന്ന് ആലോചിച്ച് നോക്കുക. ആരാണ് ഈ കുമിളകളുമായി കളിച്ചിട്ട് കവിത സൃഷ്ടിക്കുന്നത്? ഈ കുമിളകളുമായി കളിച്ചിട്ട് ആരാണ് കവിത സൃഷ്ടിക്കുന്നത്? അങ്ങനെ ആയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയില്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്തായി? മാനവ് എന്ന് കിട്ടി അല്ലേ. കോൻ എന്ന് വെച്ചിട്ടൊരു ക്വസ്റ്റ്യനുമായി. ഇനി അടുത്തത് ക്യാ എന്ന് വെച്ചിട്ടോ? മാനവ് ബുൽബുലോൻ സേ ഖേൽക്കർ ക്യാ ബനാത്താ ഹെ. മാനവ് മനുഷ്യൻ ബുൽബുലുമായി കളിച്ചിട്ട് ക്യാ ബനാത്താ ഹെ, എന്താണ് ഉണ്ടാക്കുന്നത് അല്ലേ? അത് എളുപ്പമാണ്. നോക്കി, മാനവ് ബുൽബുലോൻ സേ ഖേൽക്കർ. കവിത എന്നല്ല ഉത്തരം വരേണ്ടത്. ആ കവിതയുടെ സ്ഥലത്ത് ക്യാ ചേർക്കുക, അത്ര മതി കേട്ടാ. ഇനി കോൻ ബുൽബുലോൻ സേ ഖേൽക്കർ കവിത ബനാത്താ ഹെ എന്നായാലും കുഴപ്പമില്ല കേട്ടാ. അപ്പോൾ എവിടെയാണോ ഉത്തരം വരേണ്ടത് അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു കോൻ ക്യാ എന്നുള്ളത് ചേർക്കുക. കൂടുതലൊന്നുമില്ല, അതിൽ തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇനി എന്തെങ്കിലും കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഈ 2 ക്വസ്റ്റ്യനും അത്രയും ഇമ്പോർട്ടൻ്റാണ്. നാളത്തെ എക്സാമിന് ഷുവർ ക്വസ്റ്റ്യനാണ് കേട്ടോ. ഏതെങ്കിലും സെൻറ്റൻസോ കാര്യങ്ങളൊക്കെ ആവും തരിക. ഇത് മാത്രമല്ല, ഇതും തന്നെയല്ല റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുകയല്ല ചെയ്യുക. അതായത് സെൻറ്റൻസൊക്കെ ചേഞ്ച് ആവും. ഇനി പബ്ലിക് എക്സാമിനും ഇതേപോലെ തന്നെയാണ്. അപ്പോൾ ഓക്കെ മക്കളെ, നാളത്തെ എക്സാം നന്നായിട്ട് എഴുതുക. ഓൾ ദി ബെസ്റ്റ്. എന്തെങ്കിലും പിന്നെയും പറയാണ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ ബച്ചോം, ധന്യവാദ്.